നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഉള്ളത് പൊന്നു ഗുരുവായൂരപ്പന്റെ മണ്ണിലാണ്. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു മഹാദേവ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ പങ്കുവെക്കുന്നത്. പെരുന്തട്ട ശ്രീ മഹാദേവ ക്ഷേത്രം പരശുരാമനാൽ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണിത്. ഈ പുരാതന ക്ഷേത്രത്തിൽ പരിലസിക്കുന്ന കൈലാസനാഥന്റെ അനുഗ്രഹത്തോടുകൂടി നമുക്കിന്ന് പെരുന്തട്ട മഹാദേവ ക്ഷേത്രത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. തൃശൂർ ജില്ലയിൽ ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ മാറി ഗുരുവായൂർ പെരുന്തട്ട ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. പരശുരാമ പ്രതിഷ്ഠിതമായ 108 ശിവാലയങ്ങളിൽ ഉൾപ്പെടുന്ന ഈ ക്ഷേത്രം ശിവാലയ നാമസ്തോത്രത്തിൽ 71-ാമതായി പരാമർശിക്കപ്പെടുന്നു. സ്വയംഭൂവായ ശിവലിംഗത്തിൽ കിഴക്ക് ദർശനമായിട്ടാണ് കൈലാസനാഥൻ ഇവിടെ ദർശനമരുളുന്നത്. പണ്ട് ഇവിടെ കാട് പിടിച്ചു കിടക്കുന്ന ഒരു ഭൂമിയായിരുന്നു അത്രേ. ഇവിടേക്ക് ധാരാളം പശുക്കൾ മേയാൻ വരാറുമുണ്ടായിരുന്നു. അതിൽ ഒരു പശു വൃക്ഷത്തിനു ചുവട്ടിൽ കാട് പിടിച്ചു കിടക്കുന്ന ഇടത്തേക്ക് സ്വമേധയാ പാൽ ചുരത്തുന്നത് പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുവന്നാൽ ശ്രദ്ധിച്ചു. ആ സ്ഥലത്തിന് എന്തോ ഒരു ദിവ്യത്വമുണ്ടെന്ന് അയാൾക്ക് തോന്നുകയും നാട്ടുപ്രമാണിയോടും നാട്ടുകാരോടുമൊക്കെ ഈ ഒരു സംഭവം പറയുകയും ചെയ്തു. ആളുകളൊക്കെ വന്ന് പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ശിവലിംഗം ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ കാട് വെട്ടിത്തെളിച്ച് ഈ ശിവലിംഗത്തിനു ചുറ്റുമായി ക്ഷേത്രം നിർമ്മിക്കുന്നു. ശിവലിംഗത്തിൽ പാൽ കൊണ്ട് അഭിഷേകം നടത്തിയ പശുവിൻ്റെ കഴുത്തിൽ ഒരു വലിയ തട്ട അഥവാ പെരുംതട്ട ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് പെരുന്തട്ട ശിവക്ഷേത്രം എന്ന നാമം ഉത്ഭവിക്കുന്നത് എന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. പെരും തട്ടകം അഥവാ വലിയ തട്ടകമായ സ്ഥലത്ത് നിലനിൽക്കുന്ന ക്ഷേത്രമായതിനാലാണ് പെരുന്തട്ട എന്ന് അറിയപ്പെട്ടത് എന്നും ഒരു വാദമുണ്ട്. സാമൂതിരിയുടെ ഭരണത്തിൻ കീഴിലായിരുന്ന ക്ഷേത്രം ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടു. ഈ ക്ഷേത്രം തകർക്കുന്ന വിവരം അറിഞ്ഞപ്പോഴാണ് അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹവുമായി ഊരായ്മക്കാരും ശാന്തിക്കാരും അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് എന്നൊക്കെ കേട്ടുകേൾവികളുമുണ്ട്. എന്നാൽ ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ട ഉടനെ തന്നെ ഭഗവാന്റെ ആ ശക്തിവിശേഷത്തിൻ്റെ ഫലമായി ടിപ്പുവും പടയാളികളും അസുഖബാധിതരായി മാറി. അത്രയ്ക്കും ക്ഷീണിതരാകയാൽ അവർ ഇവിടെ തന്നെ തമ്പടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അവസാനം പെരുന്തട്ടവാഴും കൈലാസനാഥന് ഇളനീറഭിഷേകം വഴിപാട് നടത്തിയതിനു ശേഷമാണത്രേ രോഗവിമുക്തരാകുന്നത്. മാത്രവുമല്ല, ക്ഷേത്രഭൂമിയും ചുറ്റുമുള്ള ഭൂമികൾക്കുമെല്ലാം ടിപ്പു കരമൊഴിവാക്കി നൽകുകയും ചെയ്തു. ഭഗവാന്റെ കോപം നേരിട്ട് അനുഭവിച്ച അവർക്ക് ഭയം വർദ്ധിക്കുകയും മനോധൈര്യം ചോർന്നുപോവുകയും ചെയ്തതിനാൽ വേഗം ആ യുദ്ധത്തിനായി കൊണ്ടുവന്ന പീരങ്കികളും മറ്റു യുദ്ധസാമഗ്രികളുമെല്ലാം ക്ഷേത്രഭൂമിയിൽ തന്നെ കുഴിച്ചിട്ട് അവർ ഇവിടെ നിന്നും ഓടിപ്പോയി എന്നൊക്കെയാണ് കഥകൾ. എന്നാൽ ഈ പറഞ്ഞ കേട്ടുകേൾവികൾ അഥവാ കഥകളെല്ലാം സത്യമാണെന്ന് മനസ്സിലായത് ഇവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നപ്പോഴാണ്. ഏറെ കാലം ക്ഷേത്രത്തിൽ ദൈനംദിന പൂജകൾ പോലും ഇല്ലാതെ ഇങ്ങനെ കിടന്ന ശേഷം 2002-2004 കാലഘട്ടത്തിലാണ് നവീകരണ പ്രവർത്തനങ്ങളെല്ലാം തകൃതിയായി നടന്നത്. അപ്പോൾ ഈ ക്ഷേത്രഭൂമിയിൽ നിന്നും ലഭിച്ച 2 പീരങ്കികൾ തിരുവനന്തപുരം മ്യൂസിയത്തിൽ ഇപ്പോഴും ഉണ്ട്. ഭാരമേറിയ സ്ഫോടക സാമഗ്രികളുമൊക്കെ ഇവിടെ നിന്നു ലഭിച്ചുത്രേ. നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയായ ദേശ കമ്മിറ്റിയാണ് ഇപ്പോൾ ക്ഷേത്രകാര്യങ്ങൾ നോക്കി നടത്തുന്നത്. തന്ത്രം ഗുരുവായൂർ ക്ഷേത്ര തന്ത്രിമാരായ ചേന്നാസ് മനയ്ക്ക് തന്നെയാണ്. പണ്ട് കാലത്ത് ഈ പ്രദേശത്ത് പിടിക്കുന്ന എല്ലാ സർപ്പങ്ങളെയും ഒരു കുടത്തിലാക്കിക്കൊണ്ട് ഈ ക്ഷേത്രഭൂമിയിലേക്ക് എറിയുമായിരുന്നു അത്രേ. ഇപ്പോൾ കാടൊക്കെ വെട്ടിത്തെളിച്ചതിന് ശേഷവും സർപ്പാലങ്കാര വിഭൂഷിതനായ ശിവശങ്കരൻ പരിലസിക്കുന്ന ഈ ഭൂമിയിൽ സർപ്പങ്ങളുടെ സാന്നിധ്യങ്ങൾ എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നും പറയപ്പെടുന്നു.
എന്നാൽ ഇതുവരെ ഒരിക്കൽ പോലും ഈ പുണ്യഭൂമിയിൽ വെച്ച് ഒരാൾക്കു പോലും സർപ്പദംശനം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന ഒരു അത്ഭുതവും ഭക്തന്മാർ പങ്കുവെക്കുന്നു. വിശാലമായ ക്ഷേത്രഭൂമി, സാമാന്യം വലിയ ചുറ്റമ്പലം, നാലമ്പലം, നടപ്പുര, ബലിക്കല്ല് എന്നിവയെല്ലാം ഇവിടെയുണ്ട്. ഇരുനില ചതുര ശ്രീകോവിലിനു മുമ്പിൽ നമസ്കാര മണ്ഡപവും അവിടെ നന്ദികേശ്വരനുമുണ്ട്. ശ്രീകോവിലിനുള്ളിൽ ഇടനാഴിയോടുകൂടിയ അതിപുരാതനമായ ഗർഭഗൃഹത്തിൽ ദിവ്യമായ സ്വയംഭൂ ശിവലിംഗത്തിൽ കിഴക്ക് ദർശനമായി പരിലസിക്കുന്ന പെരുന്തട്ട തേവരുടെ ദർശനം അതീവ അലൗകികമാണ്. ഭക്തജനങ്ങളുടെ ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും രോഗങ്ങളെയും ഇല്ലാതെയാക്കിക്കൊണ്ട് സ്വാസ്ഥ്യവും ശാന്തിയും സുഖവും പ്രദാനം ചെയ്തുകൊണ്ട് അതീവ മംഗളസ്വരൂപിയായി മഹേശ്വരൻ ഈ പുണ്യക്ഷേത്രത്തിൽ പരിലസിക്കുന്നു. രൗദ്രഭാവവും ഇവിടെ വാഴും ഭഗവാനുണ്ട് എന്നു വാമൊഴികളുണ്ട്. ഈ ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ സേവിച്ച് ഇവിടുത്തെ ഭസ്മം സേവിച്ചാൽ അപസ്മാര രോഗങ്ങൾക്ക് ശമനമുണ്ടാകും എന്നും വിശ്വസിക്കുന്നു. ബാധോപദ്രവങ്ങൾ ഇല്ലാതെയാക്കുവാൻ ഈ ക്ഷേത്ര ഭജനവും ഭഗവാന്റെ ഭസ്മവും ശ്രേഷ്ഠമാണെന്ന് ഭക്തന്മാർ പറയുന്നു. നാലമ്പലത്തിനകത്ത് ഗണപതി, വിഷ്ണു, സുബ്രഹ്മണ്യൻ, ഭഗവതി എന്നിവർ ഉപദേവതമാരായി വെവ്വേറെ ശ്രീകോവിലുകളിൽ കുടികൊള്ളുന്നുണ്ട്. പുറത്ത് ശാസ്താവ്, നാഗങ്ങൾ, രക്ഷസ് എന്നീ ഉപദേവതമാരും ഇവിടെയുണ്ട്. ശ്രീരുദ്രാഭിഷേകം, ശംഖാഭിഷേകം, പിൻവിളക്ക്, ഏകാദശം രുദ്രം ധാര, 1001 കുടം അഭിഷേകം, ഇളനീർ അഭിഷേകം, ഭസ്മാഭിഷേകം എന്നിങ്ങനെ നിരവധി വഴിപാടുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. പ്രധാന ആണ്ട് വിശേഷം ഫെബ്രുവരി 1 മുതൽ 11 വരെ നടക്കുന്ന മഹാരുദ്രയജ്ഞം ആണ്. യജുർവേദത്തിലെ പരമശ്രേഷ്ഠ മന്ത്രമായ ശ്രീരുദ്രം അഥവാ രുദ്രസൂക്തം ഉപയോഗിച്ച് താന്ത്രിക വിധിപ്രകാരം ആചാര്യന്മാർ ചേർന്ന് നടത്തുന്ന മഹാരുദ്രയജ്ഞം മാറാരോഗങ്ങൾ, തീരാശാപങ്ങൾ എന്നിവയെല്ലാം അകറ്റി സർവമംഗളങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. ശിവപ്രീതിക്ക് അത്യുത്തമമായ മഹാരുദ്രയജ്ഞം ഇവിടെ നടക്കുമ്പോൾ കലശാഭിഷേകം, നിറമാല, ചുറ്റുവിളക്ക്, ബ്രാഹ്മണിപ്പാട്ട്, പറവെപ്പ് എന്നിവയെല്ലാം അതിനോടനുബന്ധിച്ച് ഇവിടെ ഉണ്ടാകാറുണ്ട്. 11 മഹാരുദ്രയജ്ഞങ്ങൾക്ക് ശേഷം 12ാമത്തെ കൊല്ലം നടക്കുന്നത് അതിരുദ്ര യജ്ഞമാണ്. 2 അതിരുദ്രയജ്ഞങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു മഹാക്ഷേത്രമാണിത്. 14,641 രുദ്രങ്ങളും 1,331 ചമകങ്ങളും പാരായണം ചെയ്യുന്ന അതിരുദ്രയജ്ഞം എന്ന മഹത്തായ വൈദിക ചടങ്ങ് ലോക നന്മയ്ക്കും മനുഷ്യരാശിയുടെ ശ്രേയസിനും അത്യുത്തമമാണ്. മഹാദേവന് ഏറെ പ്രിയപ്പെട്ട ഇത്തരം അതിശ്രേഷ്ഠമായ മഹത്തായ യജ്ഞങ്ങൾക്ക് വേദിയായ ഈ പുരാതന ക്ഷേത്രം അത്രയും ചൈതന്യവത്തായ ഒരു പുണ്യഭൂമി തന്നെയാണ്. ശിവരാത്രി, തിരുവാതിര എന്നിവ മറ്റ് ആണ്ടുവിശേഷങ്ങളാണ്. ശിവരാത്രിക്ക് പാതിരാപൂജ ഇവിടെ ഉണ്ടാകുന്നു. പ്രദോഷവും 30 തിങ്കളാഴ്ചയും അതിവിശേഷമാണ്. പ്രദോഷ ദിവസം സന്ധ്യാസമയത്ത് 1000 കുടം അഭിഷേകവും ഇവിടെ ഉണ്ടാകാറുണ്ട്. എന്നും വൈകിട്ട് ഭക്തജനങ്ങളുടെ കൂട്ടായ്മയിൽ ഇവിടെ നാമജപവും നടക്കാറുണ്ട് എന്നറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷവും തോന്നി. ഇവിടെ വെച്ച് ഭഗവാന്റെ നന്ദികേശ്വരൻ എന്ന് ഭക്തജനങ്ങൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഒരു കാളക്കുട്ടനെയും കാണുവാൻ സാധിച്ചു. ഭഗവാന്റെ തിരുസന്നിധിയിൽ അതീവ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കുന്ന ആ സാധുജീവി വളരെ സ്നേഹത്തോടുകൂടി അവൻ്റെ ആ സ്വാഗതം അറിയിക്കുകയും ചെയ്തു. ഭൂലോക വൈകുണ്ഠമായ ഈ പുണ്യദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മഹാദേവ ക്ഷേത്രം അതിമധുരമാർന്ന ഒരു ദിവ്യാനുഭവം തന്നെയാണ് പങ്കുവെച്ചത്. ഈ പുണ്യപുരാതന ഭൂമിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഉച്ചരിച്ച ഓരോ അക്ഷരവും പെരുന്തട്ടയിൽ പരിലസിക്കുന്ന ഏറെ പ്രിയപ്പെട്ട കൈലാസനാഥന്റെ പൊന്നു തൃപ്പാദങ്ങളിൽ അർച്ചനയായി സമർപ്പിക്കുന്നു. നിർവാണപ്രധനായി നീലനിറമാം കണ്ഠത്തിൽ സർപ്പത്തൊടും ശർവാണി പ്രിയനായി
ഭൂതതതിയാൽ സംസേവനായി സദാ ദുർവാര പ്രതിബന്ധമൊക്കെ ഒഴിവാക്കി പെരുന്തട്ടയിൽ സർവാഭിഷ്ടതനായിരുന്നരുളുമാ മുക്കണ്ണനാണൻ തുണ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിക്കുന്നു. ഓം നമഃ ശിവായ. നമഃ പാർവതീപതേ. ഹര ഹര മഹാദേവ.